Hi dear students, welcome to our new video class. ഈ ക്ലാസ്സിൽ നമ്മൾ 8085ൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫിഗറിൽ കാണിക്കുന്നതാണ് 8085ൻ്റെ ആർക്കിടെക്ചർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 8085ൻ്റെ രജിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രജിസ്റ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ടെമ്പററി രജിസ്റ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ രജിസ്റ്ററിൻ്റെ ഒരു ഡയഗ്രം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ. അതായത് W ആൻഡ് Z രജിസ്റ്റർ, ഈ രണ്ടെണ്ണത്തിന് ചേർന്നിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെമ്പററി രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന A രജിസ്റ്ററും ഫ്ലാഗ് രജിസ്റ്ററും, അതുപോലെ തന്നെ സ്റ്റാക്ക് പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും, ഇത് നാലും ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററുകളാണ്. ദെൻ ബാക്കിയുള്ള BC, DE ആൻഡ് HL ഇത്രയും രജിസ്റ്റേഴ്സ് അതിൻ്റെ എന്താ പറയുക, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രജിസ്റ്ററുകളൊക്കെ തന്നെയാണ് ഒരു ആർക്കിടെക്ചറിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഇതിനോട് കൂടെ ALU വരും, കൺട്രോൾ യൂണിറ്റ് വരും, പിന്നെ ബസ് യൂണിറ്റുകൾ വരും. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ചറാവും. അപ്പോൾ ഇനി ആർക്കിടെക്ചർ ആണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഈ വരച്ചിട്ടുള്ളതാണ് 8085ൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിൽ ഇപ്പോൾ ഈ സെഷൻ കണ്ടോ, ഇവിടെ യെല്ലോ കളറിൽ കാണിക്കുന്ന സെഷൻ, ഇത് രജിസ്റ്റർ, നേരത്തെ കണ്ട രജിസ്റ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ആ രജിസ്റ്റർ കോമ്പിനേഷനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് W ആൻഡ് Z ആണ് അല്ലേ. ഇങ്ങനെ കള്ളി വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് W, Z, പിന്നെ അക്യുമുലേറ്റർ, ഫ്ലാഗ് രജിസ്റ്റർ, ദെൻ BC, DE, HL ഇങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ W ആൻഡ് Z രജിസ്റ്ററിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പററി രജിസ്റ്റർ. ആ ടെമ്പററി രജിസ്റ്ററുകളെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ടെമ്പററി രജിസ്റ്റർ ഫിഗറിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പററി രജിസ്റ്ററുകളെ കാണിക്കാനായിട്ട് ഇവിടെ പിന്നെ രജിസ്റ്ററുകളിൽ W ആൻഡ് Z രജിസ്റ്ററുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ആർക്കിടെക്ചറിനകത്ത്, ടെമ്പററി രജിസ്റ്റർ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്ന അക്യുമുലേറ്ററും ഫ്ലാഗ് രജിസ്റ്ററും അല്ലേ. അതിൽ അക്യുമുലേറ്ററിനെ നമ്മൾ വേറൊരു ബോക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗ് രജിസ്റ്ററുകളെ നമ്മൾ വേറെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് BC, DE, HL, സ്റ്റാക്ക് പോയിൻ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, പിന്നെ ആർക്കിടെക്ചറിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റാണ്, വളരെ പ്രധാനപ്പെട്ട യൂണിറ്റാണ് ALU. ALU എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഭാഗങ്ങളാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ കാണുന്ന പോർഷൻസ്. ഈ കാണുന്ന പോർഷൻസാണ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അതിനകത്ത് വരുന്ന ഇവിടെ ഇങ്ങനെ CLK എന്ന് പറഞ്ഞാൽ ക്ലോക്ക്, റെഡി, RD ബാർ, WR ബാർ, ALE, ഈ കാണുന്നതെല്ലാം പിന്നെ കൺട്രോൾ സിഗ്നൽസ് ആണ്. നിങ്ങൾക്ക് ഫിഗറിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഈ ബാക്കിയുള്ള ഈ കാണുന്ന, ഞാൻ ഈ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്തുള്ള കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഈ ആർക്കിടെക്ചറിൻ്റെ ബാക്കി മുഴുവൻ ബ്ലോക്കിലേക്കും കൺട്രോൾ സിഗ്നൽസ് പോയിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ ഈ ആർക്കിടെക്ചറിൻ്റെ, അതായത് 8085ൻ്റെ മുഴുവൻ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ആരോ മാർക്ക്, ദാറ്റ് ഈസ് കണ്ടോ, ഇവിടെ ഒരു ആരോ മാർക്ക്, അത് ALUവിനെ കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, ടെമ്പററി രജിസ്റ്ററിലോട്ട് പോയിട്ടുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് അക്യുമുലേറ്ററിലോട്ട് ഒരു ആരോ മാർക്ക്, അക്യുമുലേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ഒരു ഇൻട്രപ്റ്റ് കൺട്രോളിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ. പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ ആരോ മാർക്ക് പോകുന്നുണ്ട് അല്ലേ. അതെന്ന് പറഞ്ഞാൽ സീരിയൽ IO കൺട്രോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളാണ്. ഇത് ഇൻട്രപ്റ്റ് കൺട്രോളാണ്. ദെൻ ഇതിലെ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മെമ്മറി യൂണിറ്റുകൾ വരുന്ന പ്രധാന പോർഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ എൻകോഡിങ്, അതിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ആർക്കിടെക്ചറിനുള്ള മുഴുവൻ പോർഷൻസിനെയും ഈ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആർക്കിടെക്ചറിലെ മറ്റൊരു പിന്നെ
പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കാണുന്ന എന്ത് അഡ്രസ് ബഫർ, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ് ബഫർ ആൻഡ് അഡ്രസ് ഡാറ്റ ബഫർ. അഡ്രസ് ബഫർ, അഡ്രസ് ഓർ ഡാറ്റ ബഫർ. ഓക്കെ, അതെന്തിനാന്ന് പറയാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കാണുന്ന പ്രധാനപ്പെട്ടൊരു 8-ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റ ബസ് എന്ന് പറയും. അതായത് ഈ ആർക്കിടെക്ചറിൻ്റെ ഡാറ്റകൾ ഫ്ലോ ചെയ്യാനുള്ള കണക്ഷനാണ് ഈ ഡാറ്റ ബസ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഡാറ്റ ബസ്സാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻസ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ബസ്സുകളാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഇൻറ്റേർണൽ കണക്ഷൻസിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബസ്സുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ബസ്സുകളുണ്ട്. ദാറ്റ് ഈസ് അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഇപ്പോൾ ഈ ഡാർക്ക് ലൈനിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന പോർഷൻ ഇതിൻ്റെ കൺട്രോൾ ബസ്സാണ്. അതായത് ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ALUവിലോട്ട് ALUവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മീഡിയമാണത് കൺട്രോൾ ബസ്. ഓക്കെ, അത് പിന്നെ കൺട്രോൾ ബസ്സിലൂടെ ഒരിക്കലും ഡാറ്റ ഫ്ലോ ചെയ്യില്ല. ഓക്കെ, നമ്മളത് പ്രധാനമായും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കാണുന്നത് ഡാറ്റ ബസ്സാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡാറ്റ ബസ്. പിന്നെ ചില ബസ്സുകൾ ഇനി ഇതിനകത്ത് പിന്നെ അഡ്രസ് ബസ്സുകളാണ്. അഡ്രസ് ബസ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്രസ്സ് എടുത്ത് ഇപ്പോൾ ഈ 8-ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റ ബസ് തന്നെ ചില ബസ്സുകളിൽ തന്നെ ഡാറ്റ ബസ്സുമായിട്ട് ആക്ട് ചെയ്യാം, അതുപോലെ തന്നെ അഡ്രസ് ബസ്സുകളായിട്ടും ആക്ട് ചെയ്യാം. എന്താണ് പിന്നെ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും തമ്മിലുള്ള വ്യത്യാസം? അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഇപ്പോൾ ഇത് പ്രോസസ്സർ അല്ലെങ്കിൽ അതിൻ്റെ ALU പാർട്ട് പറയും. ഇത് ഈ ALUവിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് ഡാറ്റ വരുന്നത് മെമ്മറിയിൽ നിന്നാണ് അല്ലേ? ഇത് മെമ്മറി യൂണിറ്റാണ്. മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം മെമ്മറിയുടെ ഏത് സെല്ലിൽ നിന്നാണ്, അപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോൾ ഒരുപാട് സെല്ലുകൾ വെച്ച് ഡിവൈഡ് ചെയ്തതാണ്. ഓരോ സെല്ലുകൾക്കും ഓരോ അഡ്രസ്സുകളുണ്ട് അല്ലേ? അപ്പോൾ ഏത് അഡ്രസ് ലൊക്കേഷനിൽ നിന്നുള്ള ഡാറ്റയാണ് രജിസ്റ്ററിലേക്ക് വരുന്നത് എന്ന് ആദ്യം എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ഏത് ലൊക്കേഷനിൽ നിന്നുള്ള ഡാറ്റയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഒരു 8000 എന്നാണ് വിചാരിക്കുക. 8000 എന്ന ലൊക്കേഷനിലെ ഡാറ്റയാണ് വരുന്നത്. അപ്പോൾ ആദ്യം പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യണം. അതായത് 8000 എന്ന മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റയാണ് നമുക്ക് പ്രോസസ്സറിലോട്ട് കൊണ്ടുവരാനുള്ളത് എന്ന് ആദ്യം ഇൻഫോം ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യും, അഡ്രസ് ബസ്സിലൂടെയാണ് പറഞ്ഞേക്കുക. ഇത് അഡ്രസ് ബസ്സാണ്. അപ്പോൾ അഡ്രസ് ബസ്സിലൂടെ നമ്മൾ ആദ്യം എന്ത് പറയും, 8000 എന്ന മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ പ്രോസസ്സറിൽ എടുക്കാനുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ശേഷം പ്രോസസ്സർ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, 8000 എന്ന മെമ്മറിയിലുള്ള ഈ ലൊക്കേഷനിലുള്ള ഡാറ്റ എന്താണെങ്കിൽ അത് ഡാറ്റ ബസ്സിലൂടെയാണ് അവിടെയുള്ള ഡാറ്റ പ്രോസസ്സറിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അഡ്രസ് സിഗ്നൽ പാസ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അഡ്രസ്സ് വന്നു കഴിയുമ്പോൾ രണ്ടാമതായിട്ട് കൺട്രോൾ സിഗ്നലാണ് എനേബിൾ ചെയ്യുക. കൺട്രോൾ സിഗ്നൽ, അങ്ങനെ കൺട്രോൾ സിഗ്നലും സെറ്റായതിന് ശേഷം മാത്രമേ മൂന്നാമത് ഡാറ്റ വരികയുള്ളൂ. ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ഒരു റെയിൽവേ ട്രാക്കും ട്രെയിനും മാത്രം ആണെങ്കിൽ നമുക്കിവിടെ യഥാർത്ഥത്തിൽ ഈ റെയിൽവേ എന്നുള്ളതിൻ്റെ ഫംഗ്ഷൻ നടത്താൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. എവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ ട്രെയിൻ പോകണം, സ്റ്റോപ്പ് ചെയ്യരുത്,
ട്രാക്ക് എവിടെയൊക്കെ മാറണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ട്രെയിൻ ഓടുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പുറമേ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്നതിൻ്റെ മുമ്പ് മറ്റേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരു കോള് വരുന്നു. അതായത് ഇപ്പോൾ ഒരു ട്രെയിൻ ഇന്ന നമ്പറിലുള്ള ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആദ്യം കിട്ടണം. അപ്പോൾ അത് കിട്ടുന്നത് ഒരു പക്ഷേ ടെലിഫോണിലൂടെ ആയിരിക്കാം ആ ഇൻഫർമേഷൻ വരുന്നത്. അത് അഡ്രസ് ബസ്സാണ്, അഡ്രസ്സാണ് വന്നത്. ഒരു സംതിങ് ട്രെയിൻ വരുന്നുണ്ട്, ആ ട്രെയിനിൻ്റെ പേര് ഇതാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ വന്നത് ഇതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അത് ടെലിഫോണിലൂടെയാണ് വന്നത്. അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ട്രാക്കൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കൺട്രോൾ സിഗ്നലായിട്ടുള്ള ഗ്രീനോ അല്ലെങ്കിൽ റെഡൊക്കെ സെറ്റ് ചെയ്യണം. ട്രാക്ക് ഏത് ട്രാക്കിലേക്കാണോ ട്രെയിൻ വരേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ. ഇപ്പോൾ ട്രെയിനിൻ്റെ പിന്നെ ലോക്കോ പൈലറ്റ് അല്ലല്ലോ ഏത് ട്രാക്കിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അത് സ്റ്റേഷനിലുള്ള ഓരോ സ്റ്റേഷനിലുള്ള ആളുകളാണ് ട്രെയിനിൻ്റെ ട്രാക്കൊക്കെ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ സിഗ്നൽസൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ട്രാക്ക് സെറ്റ് ചെയ്യുന്നു, പിന്നെ ലൈറ്റ് റെഡ് ഓർ ഗ്രീൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ സെറ്റാക്കി വെക്കണം. അതിൻ്റെ ശേഷം എല്ലാം സെറ്റാണെങ്കിൽ മാത്രമാണ് ട്രെയിൻ വരികയുള്ളൂ അല്ലേ. അപ്പോൾ കൺട്രോൾ സിഗ്നൽസ് ഏത് വഴിയാണ് ഇപ്പോൾ പാസ് ചെയ്തത്? ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ ഓർ ലൈറ്റ് പിന്നെ റെഡ് സിഗ്നൽസ് പാസ് ചെയ്തത് എങ്ങനെയാണ്? അത് വേറെ വയേർഡ് കണക്ഷൻ, അതിൽ വേറെ സംതിങ് വയേർഡ് കണക്ഷനിലൂടെയൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയത്തിലൂടെയാണ് അത് പാസ് ചെയ്തത്. ഇനി ട്രെയിന് വരണം, കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ അഡ്രസ്സ് വന്നതിന് ശേഷം കൺട്രോൾ സിഗ്നൽസ് സെറ്റായി, അതിൻ്റെ ശേഷമാണ് ഡാറ്റ വരേണ്ടത്. അപ്പോൾ ഡാറ്റ വരാനാണ്, ഡാറ്റ മീൻസ് ഇതിലെ ട്രെയിൻ. ഈ ട്രെയിൻ വരുന്നത് റെയിൽവേ ട്രാക്കിലൂടെയാണ് അല്ലേ, ട്രാക്കിലൂടെയാണ് ട്രെയിൻ വരുന്നത്. അഡ്രസ്സ് വന്നത് ടെലിഫോണിലൂടെയാണ്, കൺട്രോൾ സിഗ്നൽസ് വേറെ കണക്ഷൻസിലൂടെയാണ്. ഡാറ്റ എന്ന് പറയുമ്പോൾ ട്രെയിൻ വന്നത് റെയിൽവേ ട്രാക്കിലൂടെ. മൂന്ന് വഴിയിലൂടെ വരണം. എന്ന പോലെ തന്നെ പ്രോസസ്സറിന് മെമ്മറിയിൽ നിന്ന് ഡാറ്റ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം അഡ്രസ്സ് വരണം. അത് അഡ്രസ് ബസ്സിലൂടെ അഡ്രസ്സ് വരണം. അതായത് ഈ മെമ്മറിയിലെ ഏത് ലൊക്കേഷനിൽ നിന്നുള്ള ഡാറ്റയാണ് വരുന്നത്, അപ്പോൾ ആ അഡ്രസ്സ് ആദ്യം പാസ് ചെയ്യണം. അപ്പോൾ പ്രോസസ്സർ ഓക്കെ ആണെങ്കിൽ ഈ ഇവിടെയുള്ള മെമ്മറിയിലുള്ള ഡാറ്റ പ്രോസസ്സറിലേക്ക് വരാനുള്ള എല്ലാ വഴികളും സെറ്റാക്കി വെക്കണം. കൺട്രോൾ സിഗ്നൽസ് പല ഭാഗങ്ങൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഒരുപാട് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചില ബസ്സുകൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം അല്ലേ, അങ്ങനെ ചിലതിന് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിനുമായി ബന്ധപ്പെട്ട പിന്നെ കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ അഡ്രസ്സ് വന്നു കഴിയുമ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ ഡാറ്റ ഈ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണമോ അതൊക്കെ പ്രോസസ്സർ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. പ്രോസസ്സർ മെമ്മറിയിലോട്ട് പാസ് ചെയ്യും കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്തത് അഡ്രസ് ബസ്സിലൂടെ, കൺട്രോൾ പാസ് ചെയ്തത് കൺട്രോൾ ബസ്സിലൂടെ. അങ്ങനെ രണ്ടും വന്നതിൻ്റെ ശേഷമാണ് ഈ പറയപ്പെട്ട മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റാ ബസ്സിലൂടെ പ്രോസസ്സറിലോട്ട് വരികയുള്ളൂ. ഡാറ്റാ ബസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ നമുക്ക് അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ് ഇതിൻ്റെ ലഘു വിവരണം. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സുകളാണ്. ഡാറ്റ ഇരിക്കുന്ന മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സാണ് ഇവിടെ സൂചിപ്പിക്കുന്ന അഡ്രസ്സ്. അപ്പോൾ ഏത് അഡ്രസ് ലൊക്കേഷനിലെ ഡാറ്റയാണ് പ്രോസസ്സറിലേക്ക് വരുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ആദ്യം അഡ്രസ് ബസ്സിലൂടെ പാസ് ചെയ്യണം. ശേഷം പ്രോസസ്സറാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സറിനകത്താണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ ഉള്ളത്. അത് നമ്മൾ ആർക്കിടെക്ചറിനകത്ത് കാണിച്ചു
ആ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ. അത് ആർക്കിടെക്ചറിൻ്റെ, അതായത് പ്രോസസ്സറിനകത്താണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഡാറ്റ ഇവിടെ നിന്ന് മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, അതൊക്കെ സെറ്റിങ്സൊക്കെ പിന്നെ പ്രോസസ്സറിൽ നിന്നാണ് വരുന്നത്. ദെൻ അതിൻ്റെ ശേഷം ഡാറ്റ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആർക്കിടെക്ചറിനകത്ത് ഇവിടെ അടിയിൽ കാണിക്കുന്ന ഈ പോർഷനാണ് എന്ത്, ഇതിൻ്റെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ. ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കൺട്രോൾ സിഗ്നൽസ് പറഞ്ഞു, രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഇവിടെ ഒരു പിന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററുണ്ട്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഈ പ്രോസസ്സറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാമുകളൊക്കെ എവിടെയാണ് സേവ് ചെയ്യുന്നത്? പ്രോസസ്സറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ എവിടെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്? അത് ഈ പ്രോസസ്സറിനകത്ത് ഓൾറെഡി സ്ഥലമില്ലെങ്കിൽ അല്ലേ, ആകെ രജിസ്റ്റേഴ്സ് വളരെ കുറവാണ്. അക്യുമുലേറ്റർ ഇതിനൊക്കെ പർപ്പസുകളുണ്ട്, ഓരോന്നിനും അതിൻ്റേതായ പർപ്പസുകളുണ്ട്. ആകെയുള്ളൊരു മെമ്മറി എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ജനറൽ പർപ്പസ്. അതൊക്കെയാണെങ്കിൽ 8 ബിറ്റ് വീതമാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് ലൈൻസ് വരുന്ന, ഇൻസ്ട്രക്ഷൻസ് വരുന്ന പ്രോഗ്രാം സേവ് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് റാമോ റോമോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റേണലായിട്ട് മെമ്മറി ആവശ്യമാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ പുറമേ ആയിരിക്കും എക്സ്റ്റേണൽ മെമ്മറി ഉണ്ടാവുക. എക്സ്റ്റേണൽ മെമ്മറി, ഇത് എക്സ്റ്റേണൽ മെമ്മറിയാണ് ഞാൻ ഈ വരച്ചുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഈ അഡ്രസ് ബഫർ, അഡ്രസ് ഓർ പിന്നെ ഈ രണ്ട് യൂണിറ്റുകളിലൂടെ ഒന്നിലൂടെ അഡ്രസ്സ് വരും, ഒന്നിലൂടെ ഡാറ്റ വരും. എനിവേ അതിലൂടെ ഇൻക്രിമെൻ്റർ ഓർ ഡിക്രിമെൻ്റർ അഡ്രസ് ലാച്ചിലൂടെയാണ് പിന്നെ ഈ രജിസ്റ്ററുകളിലേക്കോ അല്ലെങ്കിൽ അക്യുമുലേറ്ററിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ ബസ് വഴി അക്യുമുലേറ്ററിലേക്കോ ടെമ്പർ രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളിലേക്കൊക്കെ ഡാറ്റ പോകുന്നത്. അതിൻ്റെ ശേഷം അക്യുമുലേറ്ററിൽ നിന്ന് ALUവിലേക്ക്, ടെമ്പർ രജിസ്റ്ററിൽ നിന്ന് ALUവിലേക്ക്, ALUവിൽ നിന്ന് എക്സിക്യൂഷൻ നടത്തുന്നു. ഓക്കെ, അങ്ങനെ ഡാറ്റ എക്സിക്യൂഷൻ നടത്തുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ അക്യുമുലേറ്ററിൽ നിന്ന് ഇങ്ങനെ വീണ്ടും എന്ത് ചെയ്യാം, രജിസ്റ്ററുകളിലേക്ക് റിസൾട്ട് എടുക്കുന്നു. രജിസ്റ്ററിൽ നിന്ന് അങ്ങനെ സംതിങ് പുറത്തോട്ട് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് തന്നെ ഡാറ്റ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ എനിവേ എക്സ്റ്റേണൽ മെമ്മറി ഇവിടെ ഉണ്ടാകും. ഈ എക്സ്റ്റേണൽ മെമ്മറിയിലേക്കുള്ള കണക്ഷനാണ് ഈ കാണിക്കുന്ന രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ അഡ്രസ് ബഫറും അഡ്രസ് ഓർ ഡാറ്റ ബഫറും. അപ്പോൾ ഇവിടെ അഡ്രസ് ബഫർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നുള്ള അഡ്രസ്സ് എടുക്കാനുള്ളതും, ഈ കാണുന്ന പോർഷന് അഡ്രസ്സും എടുക്കാം ഡാറ്റയും എടുക്കാം. ഓക്കെ, അഡ്രസ്സ് 16 ബിറ്റ് അഡ്രസ്സാണ് വരിക. അപ്പോൾ 16 ബിറ്റ് അഡ്രസ്സ് വരുമ്പോൾ അതിലെ 8 ബിറ്റ് ഇതിൽ ഈ അഡ്രസ് ബസ്സിലൂടെയും വരും, ബാക്കി 8 ബിറ്റ് ഇവിടെയുള്ള അഡ്രസ് ബസ്സിലൂടെയും വരും. ഡാറ്റകളെല്ലാം 8 ബിറ്റ് സൈസ് വീതമായതുകൊണ്ട് ഡാറ്റകൾ ഇതിലൂടെ കയറിപ്പോകും. ഡാറ്റ എപ്പോഴും ഇതിലൂടെയാണ് പാസ് ചെയ്യുക. അതേസമയം അഡ്രസ്സ് എന്നുള്ളത് ഇതും ചൂസ് ചെയ്യാം, ഇതും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയുള്ള എക്സ്റ്റേണൽ മെമ്മറിയിലാണ് പ്രോഗ്രാംസൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രോഗ്രാംസിന് ഒരുപാട് ലൈൻസ് ഉണ്ടാവും. ഓരോ ലൈൻസും ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂഷൻ നടക്കുക. ഒരു പ്രോഗ്രാമിന് 1000 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 1000 സ്റ്റെപ്പും ഒരുമിച്ച് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യില്ല. ഫസ്റ്റ് ലൈന് അത് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് അടുത്ത ലൈന്, അങ്ങനെ അടുത്ത ലൈൻ. ഓരോ ലൈനും ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അങ്ങനെ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് പ്രോസസ്സറിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ മെമ്മറിക്കകത്ത് ഒരുപാട് പ്രോഗ്രാമുകളുണ്ടെന്ന് വിചാരിക്കാം.
അതായത് ഇപ്പോൾ സപ്പോസ് ഒരു പ്രോഗ്രാമിന് 4 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 4 സ്റ്റെപ്പുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ആഡ് A, B, എയിലും ബിയിലുമുള്ള 2 ഡാറ്റകൾ ആഡ് ചെയ്യുക ഒരു ഉദാഹരണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആദ്യം എന്ത് ചെയ്യും? ഇതിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് എടുക്കുന്നു. അതായത് ഏത് മെമ്മറി ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷനാണ് എടുക്കുന്നത്, അഡ്രസ്സ് പാസ് ചെയ്യും, കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യും. അതിന് ശേഷം ഡാറ്റ ഇതിലൂടെ എന്ത് ചെയ്യും? ഡാറ്റ പാസ് ചെയ്ത് ഫസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻ ഏത് ഇൻസ്ട്രക്ഷനാണ് ഫസ്റ്റ് ലൈനിലുള്ളത് ആ ഇൻസ്ട്രക്ഷനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലൈന് നേരത്തെ കാണിച്ച പോലെ ആഡ് A, B ആണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മുഴുവനായിട്ട് എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, ദെൻ അതിൻ്റെ ശേഷം ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പാസ് ചെയ്യും ആ ഇൻസ്ട്രക്ഷൻ. അതെന്തിനാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ? അതായത് ഇപ്പോൾ നമ്മുടെ ആഡ് A, B എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രോസസ്സറിൻ്റെ ലാംഗ്വേജ് അല്ല. പ്രോസസ്സറിന് ഇങ്ങനെ ഒരു ലാംഗ്വേജ് അറിയില്ല. ഇത്തരം ലാംഗ്വേജുകളെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ഹൈ ലെവൽ ലാംഗ്വേജ് അതായത് യൂസർ പ്രോഗ്രാമറുടെ ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് പ്രോഗ്രാമർ. ആ പ്രോഗ്രാമർക്ക് മനസ്സിലാകാനാണ് ആഡ് A, B എന്ന് പറയുന്നത്. അതായത് ഇത് അഡീഷനാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് എന്ന് കൊടുത്തുള്ളത്. അപ്പോൾ ഇത്തരം ലാംഗ്വേജുകളാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേസമയം ഇങ്ങനെ എഴുതി കൊടുത്തത് കൊണ്ട് ഒരിക്കലും പ്രോസസ്സറിന് മനസ്സിലാവില്ല. പ്രോസസ്സറിൻ്റെ ലാംഗ്വേജ് ബൈനറി അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ലാംഗ്വേജാണ്. ഹെക്സാഡെസിമൽ ലാംഗ്വേജാണ് പ്രോസസ്സറിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സപ്പോസ് ആഡ് A, B ഇത് ഹൈ ലെവൽ ലാംഗ്വേജാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഇതിനെ പ്രോസസ്സറിലേക്ക് മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം. അതിന് എൻകോഡർ യൂസ് ചെയ്യണം. എൻകോഡർ എന്ന് പറയുന്ന യൂണിറ്റിലൂടെ പാസ് ചെയ്തിട്ട് വേണം ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റാൻ. അപ്പോൾ ഈ കാണുന്ന ആഡ് A, B എന്തായി മാറും? സപ്പോസ് ഒരു 05H എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയി മാറും. ഞാനൊരു എക്സാമ്പിൾ ചെയ്താണ് 05 എന്നുള്ളത്. H എന്ന് സൂചിപ്പിക്കുന്നത് ഹെക്സാഡെസിമലാണ്. ഈ 05 എന്നുള്ളത് ഹെക്സാഡെസിമലും ബൈനറിയും അങ്ങനെയൊക്കെയുള്ള BCD നമ്പർ സിസ്റ്റംസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എന്താണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ? അതെന്താണെന്ന് ഞാൻ പറയാം അതിൻ്റെ മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം ഓരോ ഇൻസ്ട്രക്ഷനെയും. അങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രോസസ്സറിന് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ കൺവേർഷൻസ് അപ്പോൾ നമ്മൾ പ്രോഗ്രാമർ എഴുതുന്ന ഓരോ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പിനെയും ആ ഇൻസ്ട്രക്ഷനുകളെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എടുത്ത് അതിൽ നിന്ന് എൻകോഡർ വഴി അതിനെ ഡീകോഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എൻകോഡർ വഴി എടുത്തിട്ട് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം അതിനെ ALUയിലോട്ടും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ ഹെക്സാഡെസിമലിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രോസസ്സറിന് ഇതെന്താണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആഡ് A, B എന്താണെന്നുള്ളത്. അതേസമയം ഇതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ പ്രോസസ്സറിന് മനസ്സിലാവൂ ഇവിടെ അഡീഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജൊക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ എൻകോഡർ അതാണ് നമ്മുടെ ആർക്കിടെക്ചറിനകത്ത് നമ്മൾ ഈ കാണിക്കുന്ന പോർഷൻ കണ്ടോ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്താണ് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്യേണ്ടത്. അതിനെ ഡീകോഡ് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ
നോക്കുന്നത്. ദെൻ ഇൻട്രപ്റ്റ്, ആർക്കിടെക്ചറിലേക്ക് ഇൻട്രപ്റ്റുകൾ കയറി വരാം. ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റു പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർഡ്വെയർ യൂണിറ്റുകളോ, അതിനൊക്കെയാണ് ഇൻട്രപ്റ്റുകൾ എന്ന് പറയുന്നത്. നിലവിലൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന മറ്റു പ്രോഗ്രാമുകളാണ് ഇൻട്രപ്റ്റുകൾ. അതുപോലെ തന്നെ അതിനുള്ള യൂണിറ്റാണ് ഇവിടെ കാണുന്ന ഇൻട്രപ്റ്റ് യൂണിറ്റ്. ഒരുപാട് ഇൻട്രപ്റ്റുകൾ അതിനകത്ത് കാണിക്കുന്നത്. ഈ ട്രാപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രപ്റ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5, INTA, INTR. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റുകളാണ്. അതുപോലെ തന്നെ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ഇതിനകത്തുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ പോർഷൻ മുഴുവൻ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻസാണ്. റീസെറ്റ്, DMA, അതിൽ DMAയിൽ ഹോൾഡ്, HLDA, സ്റ്റാറ്റസ്, S0, S1, കൺട്രോൾ, ALE, WR ബാർ, RD ബാർ, റെഡി, ക്ലോക്ക് ജെൻ, ഇതൊക്കെ. അതുപോലെ ഗ്രൗണ്ട്, 5 വോൾട്ട്, X1, X2. ഇത് X1, X2 ഒക്കെ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അതായത് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നുകളാണ്. ഇതൊക്കെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.